ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിലെല്ലാം ദൈവം ബോധിച്ച വ്യക്തി, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ. ദാവീദിനോടുള്ള ബന്ധത്തിലാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദാവീദിന് ഈ ദൈവം ബോധിച്ച വ്യക്തി എന്ന് ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ ദാവീദിൻ്റെ സ്വഭാവ വിശേഷതകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നാം ഈ ദിവസങ്ങളിൽ നോക്കിക്കൊണ്ടിരുന്നത്. 12 കാര്യങ്ങളെ നാം ദാവീദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കണ്ടു. ഇന്ന് 13ാമത്തത് കൊടുക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കുള്ളതെല്ലാം ദൈവത്തിനുള്ളതാണ്. ദൈവം തന്നതല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ അങ്ങനെ ദൈവം തന്നതിൽ നിന്ന് ദൈവത്തിന് കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് രീതിയിലും അതിൽ കൂടുതലായിട്ടും കർത്താവിന് വേണ്ടി കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്നുള്ള ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലേവ്യ പുസ്തകം 27:30 വാക്യത്തിൽ നാം കാണുന്നത് ഇങ്ങനെയാണ്: നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധം. ആരെങ്കിലും തൻ്റെ ദശാംശത്തിലേതാനും വീണ്ടെടുക്കുന്നുവെങ്കിൽ അതിനോട് 1/5 കൂടെ ചേർത്ത് കൊടുക്കണം. മാടാകട്ടെ ആടാകട്ടെ, കീഴെ കടന്നു പോകുന്ന മാട, കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിലും 10 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത്, വെച്ച് മാറുകയും അരുത്. വെച്ച് മാറുന്നുവെങ്കിൽ അതും വെച്ച് മാറിയതും വിശുദ്ധമായിരിക്കണം. അവയെ വീണ്ടെടുത്തുകൂടാ. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 10 ദശാംശത്തിൽ 10 യഹോവയ്ക്കുള്ളതാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ദശാംശം യഹോവയ്ക്കുള്ളതാകുന്നു. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മിനിമം ദശാംശം. ഇത് പഴയ നിയമ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിലാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ അത് അവരോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ മിനിമം 10 കർത്താവിന് കൊടുക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളൊന്നും കൂടെ വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്ത്, നീ ലേവ്യരോട് പറയേണ്ടതെന്നാൽ, ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് അവകാശമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദശാംശം അവരോട് വാങ്ങുമ്പോൾ ദശാംശത്തിൻ്റെ 10 നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കണം. നിങ്ങളുടെ ഈ ഉദർച്ചാർപ്പണം കളത്തിലെ ധാന്യം പോലെയും മുന്തിരിച്ചക്കിലെ നിറവ് പോലെയും നിങ്ങളുടെ പേർക്ക് എണ്ണും. ഇങ്ങനെ ഇസ്രായേൽ മക്കളോട് നിങ്ങൾ വാങ്ങുന്ന സകല ദശാംശത്തിൽ നിന്നും യഹോവയ്ക്ക് ഒരു ഉദർച്ചാർപ്പണം അർപ്പിക്കണം. യഹോവയ്ക്ക് ഒരു ഉദർച്ചാർപ്പണം നിങ്ങൾ പുരോഹിതനായ അഹരോന് കൊടുക്കണം. ഇവിടെ നമുക്ക് കാണുന്നത് ലേവ്യരെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷകന്മാരെ കുറിച്ചോ ഉപദേശിമാരെ കുറിച്ച് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ലേവ്യർക്ക് മറ്റുള്ളവർ നമ്മൾ ആദ്യം കണ്ടു ദശാംശം കൊടുക്കണമെന്ന്. സാധാരണ ജനങ്ങൾ ദശാംശം കൊടുക്കുകയാണ്. അത് ദൈവത്തിനും ദൈവദാസന്മാർക്കും അല്ലെങ്കിൽ ലേവ്യർക്കും ദേവാലയത്തിനും വേണ്ടി ദശാംശം കൊടുക്കുകയാണ്. അങ്ങനെ ദശാംശം മേടിക്കുന്ന ഇവിടെ നമുക്ക് കാണുന്ന ലേവ്യരോട് പറയുന്ന കാര്യമാണ്. അവരും ദശാംശം വാങ്ങുമ്പോൾ അവിടെ കാണുന്ന ദശാംശം അവരോട് വാങ്ങുമ്പോൾ ദശാംശത്തിൻ്റെ 10 ദൈവത്തിന് കൊടുക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദശാംശത്തിൻ്റെ 10 അതും ദശാംശമായിട്ട് ലേവ്യരോട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ദശാംശം കൊടുക്കുന്ന എത്ര പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്നുള്ളത് ദൈവവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഇനി ദശാംശം കൊടുക്കാത്തവരെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾക്ക് 3-ന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ചോദിക്കുന്നു, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും എന്നെ തോൽപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാൻ ഒക്കുമോ? എന്നിട്ട് ദൈവം തന്നെ പറയുകയാണ്, തോൽപ്പിക്കാം. ദശാംശം കൊടുക്കാതിരിക്കുന്ന മുഖാന്തരമായിട്ട് ദൈവത്തെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ദശാംശം പഴയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഈ ദശാംശം കൊടുക്കുന്നത് എത്ര പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൽ കൂടുതലാണ് പുതിയ നിയമ വിശ്വാസികളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം
പഴയ നിയമ വിശ്വാസികളോട് കൃത്യമായിട്ട് ദശാംശം കൊടുക്കുവാനാണ് പറഞ്ഞത്. എന്നാൽ പുതിയ നിയമ നിശ്വാസികൾ, അവർ ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമായതുകൊണ്ട്, അവർ ദൈവത്തിനുള്ളവരായതുകൊണ്ട് ദശാംശത്തിൽ കൂടുതൽ കൊടുക്കുവാനായിട്ട് അവർ കടപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ വായിക്കുന്നത്, നിങ്ങൾ ഈ ജാതി മുഴുവനും പഴയ ഇസ്രായേൽ മക്കളോടുള്ള പറയുകയാണ്, നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ ദൈവത്തെ ഒന്ന് പരീക്ഷിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദശാംശം കൊടുത്ത് കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് സാധിക്കും. കാരണം ദശാംശം കൊടുക്കുന്നവർ ഒരിക്കലും കുറഞ്ഞു പോകുകയില്ല. അവർ കൂടി അവർക്ക് കൂടുതൽ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് കർത്താവ് പറയുകയാണ്. ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന് തരും എന്നാണ് പറയുന്നത്. ദശാംശം കൊടുത്തതുകൊണ്ട്, 10 കൊടുത്തതുകൊണ്ട് ആർക്കും കുറവുണ്ടാകുകയല്ല ചെയ്യുന്നത്, അവർക്ക് അതിൽ കൂടുതൽ കിട്ടുവാനായിട്ട് ഇടയായിട്ട് തീർന്നുള്ളത്. അപ്പോൾ ദശാംശം കൊടുക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്, ദൈവം പ്രസാദിക്കുന്ന ഒന്നാണ്. അതിൽ ദശാംശത്തിൽ കൂടുതൽ കൊടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം ബോധിച്ച വ്യക്തി, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി എന്നൊക്കെ പറയുവാനായിട്ട് സാധിക്കും. അതായിരുന്നു ദാവീദിനെ കുറിച്ച് ദാവീദിൻ്റെ സ്വഭാവം അതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവം ബോധിച്ച വ്യക്തിയുടെ സ്വഭാവം ദാവീദിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് 2 ശമൂവേൽ 6 അധ്യായത്തിൻ്റെ ഒരു വാക്യം വായിക്കാം. ദാവീദിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന 2 ശമൂവേൽ 6ൻ്റെ 18, 19 വാക്യത്തിൽ നമുക്ക് കാണുന്നത് ഇങ്ങനെയാണ്. പിന്നെ ദാവീദ് യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ദാവീദ് ഹോമയാഗങ്ങളും സമാധാനങ്ങൾ അർപ്പിച്ചു തീർന്ന ശേഷം അവൻ തൻ്റെ ജനത്തെ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. പിന്നെ അവൻ ഇസ്രായേലിന് സർവ്വസംഘവുമായ സകല ജനത്തിനും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളുന്നതിന് ഒരപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരിയടയും വീതവും പകുത്തു കൊടുത്തു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ദാവീദ് ദേവാലയം അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ദാവീദ് ദേവാലയം കൊണ്ടുപോകുമ്പോൾ പുരോഹിതന്മാർക്ക് വേണ്ടിയതെല്ലാം കൊടുത്ത് പുരോഹിതന്മാരെ കൊണ്ടാണ് ആ പെട്ടവൻ ചുമപ്പിക്കുന്നത്. അതിനുശേഷം അവിടെ ചെന്നിട്ട് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ദാവീദിൻ്റെ ഹൃദയം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്ന് ദിനവൃത്താന്തം 28 അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ഒന്ന് വായിക്കാം. 1 ദിനവൃത്താന്തം 28 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ നാം കാണുന്നത്, ദാവീദിന് ഈ ദേവാലയം പണിയണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ദേവാലയം പണിയുന്ന ചെറിയൊരു കാര്യമല്ല. ദാവീദ് ഒരു രാജാവായിട്ട് വന്ന ആദ്യത്തെ ശൗൽ രാജാവായി അതിനുശേഷം ദാവീദ് രാജ്യത്തിലെല്ലാം കീഴടക്കി രാജാവായിട്ടേ ഉള്ളൂ. അങ്ങനെയുണ്ട് ദാവീദിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ദേവാലയം പണിയണമെന്നുള്ളത്. അപ്പോൾ 3 വാക്യത്തിൽ നാം കാണുന്നത്, ദാവീദ് രാജാവ് പറഞ്ഞു, എനിക്ക് ഒരു ദേവാലയം പണിയണം, അതെൻ്റെ ആഗ്രഹമാണ് എന്ന് പറഞ്ഞു. എന്നാൽ ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ ദേവാലയം പണിയാൻ നിനക്ക് സാധിക്കുകയില്ല. കാരണം നീ നിൻ്റെ കൈകൊണ്ട് ഒത്തിരി രക്തം ചിന്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിൻ്റെ മകൻ ദേവാലയം പണിയും എന്നുള്ളത് ദാവീദിനോട് പറയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. എന്നാൽ ദാവീദിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അതായിരുന്നു, ദൈവത്തിന് വേണ്ടി ദേവാലയം പണിയണം എന്നുള്ള ആഗ്രഹം ദാവീദിനുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആഗ്രഹിച്ച് ദൈവം പറഞ്ഞു, നിനക്ക് പണിയാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നിരാശപ്പെടുകയൊന്നും അല്ല ദാവീദ് ചെയ്ത്. ആലയത്തിന് വേണ്ടിയുള്ളതെല്ലാം അവൻ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദേവാലയത്തിന് വേണ്ടി ഒരുക്കുന്ന അത് കുറച്ച് കാര്യങ്ങളൊന്നുമല്ല. ദാവീദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതൊന്നും ആക്കിയാൽ അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുക്കിയത് എന്നുള്ളത് നമുക്ക്
ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 28:11 മുതലുള്ള വാക്യം ദാവീദ് തൻ്റെ മകനായ ശലോമോനോട് പറയുന്നതാണ്. ദേവാലയത്തിൻ്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരഗ്രഹങ്ങൾ, മാളികമുറികൾ, അറകൾ, കൃപാസനഗൃഹം എന്നിവയുടെ മാതൃക കൊടുത്തിട്ട് പറയുകയാണ്, ഇവയ്ക്ക് വേണ്ടിയെല്ലാം സ്വർണം ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അവൻ പറയുകയാണ്, 14 വാക്യത്തിൽ പറയുന്നു, അതാത് ശുശ്രൂഷയ്ക്ക് ഉപകരണങ്ങളൊക്കെയും പൊന്നുകൊണ്ടുള്ള ഉപകരണങ്ങൾ തൂക്കപ്രകാരം പൊന്നും, അതാത് ശുശ്രൂഷയ്ക്ക് ഉപകരണങ്ങൾക്കൊക്കെയും വെള്ളി കൊണ്ടുള്ള ഉപകരണങ്ങൾക്ക് ഒക്കെയും തൂക്കപ്രകാരം വെള്ളിയും, പൊൻവിളക്ക് തണ്ടുകൾക്ക് അവയുടെ സ്വർണ്ണദീപങ്ങൾക്ക് വേണ്ടുന്ന തൂക്കമായി ഓരോ വിളക്ക് തണ്ടിനും അതിൻ്റെ ദീപങ്ങളും ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ദാവീദ് പറയുകയാണ്. 29-ന്റെ 2-3 വാക്യത്തിൽ, 3-ാം വാക്യത്തിലും പറയുന്ന കാര്യങ്ങൾ നമുക്ക് അതാണ്. എന്നാൽ ഞാൻ എൻ്റെ സർവ്വബലത്തോടും കൂടെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടി പൊന്നുകൊണ്ടുള്ളവയ്ക്ക് പൊന്നും, വെള്ളി കൊണ്ടുള്ളവയ്ക്ക് വെള്ളിയും, താമ്രം കൊണ്ടുള്ളവയ്ക്ക് താമ്രവും, ഇരുമ്പ് കൊണ്ടുള്ളവയ്ക്ക് ഇരുമ്പും, മരം കൊണ്ടുള്ളവയ്ക്ക് മരവും, ഗോമേധ കല്ലും, പതിപ്പാനുള്ള കല്ലും, ഹജിത പ്രവൃത്തിക്കുള്ള കല്ലും, നാനാവർണ്ണമുള്ള കല്ലും, വിലയേറിയ സകലവിധ രത്നവും, അനവധി വെള്ളക്കല്ലും ശേഖരിച്ചു വെച്ചിരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോടെ എനിക്കുള്ള പക്ഷം നിമിത്തം വിശുദ്ധ മന്ദിരത്തിന് വേണ്ടി ഞാൻ ശേഖരിച്ചതൊക്കെയും കൂടാതെ എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നു. ദാവീദ് ദൈവത്തിനായി കൊടുക്കുന്ന എത്രമാത്രമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ 28-ാം അധ്യായത്തിലും 28-ന്റെ 11 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ ദാവീദ് കൊടുത്തതായിട്ടുള്ള അനേക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 29-ന്റെ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ പറയുകയാണ്, ഞാൻ ഇതെല്ലാം എൻ്റെ കർത്താവിനായി കൊടുത്തിരിക്കുന്നു എന്ന് പറയുകയാണ്. അത്രയും കൊടുത്തിട്ടും അതൃപ്തി വരാത്ത എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിലെ പൊന്നും വെള്ളിയും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനായി കൊടുത്തിരിക്കുന്നെന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അവിടെയുള്ള 6-ാം വാക്യത്തിൽ ഇത് കണ്ടപ്പോൾ മറ്റുള്ളവർക്കും കൊടുക്കുവാനുള്ള ആഗ്രഹമുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രതിഭവന പ്രഭുക്കന്മാരും ഇസ്രായേലിൻ്റെ ഗോത്രപ്രഭുക്കന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജാവിൻ്റെ പ്രവൃത്തിക്ക് മേൽവിചാരകന്മാരും മനഃപൂർവ്വ ദാനങ്ങളെ കൊണ്ടുവന്നു. ദേവാലയത്തിൻ്റെ വേലയ്ക്കായിട്ട് അവർ 5000 താലന്ത് പൊന്നും, 10,000 താലന്ത് തങ്കക്കാശും, 10,000 താലന്ത് വെള്ളിയും, 18,000 താലന്ത് താമ്രവും, 100,000 താലന്ത് ഇരുമ്പും കൊടുത്തു. അങ്ങനെ ദൈവത്തിന് മറ്റുള്ളവരും കൂടെ കൊടുക്കുവാനായിട്ട് കാരണമായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതാണ് ദാവീദിൻ്റെ ഹൃദയം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തനിക്കുള്ളതെല്ലാം, തൻ്റെ കയ്യിലുള്ളതെല്ലാം കൊടുത്തിട്ട് സ്പെഷ്യലായിട്ട് സ്വന്തം ഭണ്ഡാരത്തിലുള്ളതും കൂടെ ദൈവത്തിനായി കൊടുക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്, എനിക്ക് ബോധിച്ച വ്യക്തി, എൻ്റെ ഇഷ്ടം ചെയ്യുന്ന വ്യക്തി എന്ന് പറയുവാനായിട്ട് ഇടയാകുന്നത്. പ്രിയ സഹോദരിമാരെ, നാം എങ്ങനെയാണ് കർത്താവിന് കൊടുക്കുന്ന കാര്യത്തിൽ നമുക്കായിട്ട് തന്നെ സ്വരൂപിക്കുന്നവരോ അതോ കർത്താവിനായിട്ട് സ്വരൂപിക്കുന്നവരോ എന്നുള്ളത് നാം തന്നെ ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ പുതിയ നിയമവിശ്വാസികളോടുള്ള നമ്മളോട് പറയുന്നത് നിങ്ങളുടെ സമ്പത്ത് സ്വർഗത്തിലാണ്, അതുകൊണ്ട് ഈ ലോകത്തിൽ നാം പൊന്നും വെള്ളിയും സ്വരൂപിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ദശാംശമായിരുന്നെങ്കിൽ ഇന്ന് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നാം അതിൽ കൂടുതൽ കൊടുപ്പാൻ കടപ്പെട്ടവരാണ്. വരുന്ന ദിവസങ്ങളിൽ നമുക്കും നമ്മളെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് ബോധിച്ച വ്യക്തി, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തി എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെയും എടുത്തുപയോഗിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Sure.